കേരളത്തിലെ യൂത്തിനോടാണ് എനിക്ക് പറയാനുള്ളത്. അവർക്കുള്ളൊരു മോട്ടിവേഷനായിട്ട് കൂട്ടിയാൽ മതി. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 3 കാര്യത്തിൽ അഡിക്റ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഒരു വലിയ വലിയ സ്ഥാനങ്ങളിൽ എത്താത്തത്. ആ ഒരു സ്ഥാനങ്ങളിൽ എത്തിയതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 3 അഡിക്റ്റഡ് സാധനങ്ങളോട് നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഒന്ന്, സോഷ്യൽ മീഡിയ അഡിക്റ്റിംഗ്. ഈ പറഞ്ഞ ഇൻസ്റ്റായിലും അവിടെ ഇവിടെ എല്ലാം ഫോളോ ചെയ്യുന്നു. അവർക്ക് നിങ്ങളുടെ പോസ്റ്റുകൾ ഇടുന്നു, റിപ്ലൈ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. 2, ഗെയിം പിറ്റേന്ന് ഓരോ ദിവസവും നിങ്ങളുടെ പൊസിഷനനുസരിച്ച് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. 3, പ്രണയത്തിൽ എത്തിപ്പെടുന്നവർ ആ പെണ്ണ് എന്ത് ചെയ്യുന്നു, പെടുക്കുന്നോ തൂറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ, ഓരോ നിസ്സാര കാര്യങ്ങൾ വരെ എപ്പോഴും നോക്കുകയും അതിൻ്റെ ടെൻഷൻ കാര്യങ്ങൾ. ഈ 3 എണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ, ഞാനിത് പറയാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ, കൊച്ചു പിള്ളേർ, 22-25 വയസ്സ് താഴെയുള്ള കുറേ പിള്ളേരുണ്ടായിരുന്നു. ഇവന്മാർ ചെയ്തത് എന്താണെന്ന് ഇവന്മാർ പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്, ഇവന്മാർ പറയുന്ന കേട്ടാണ് ഞാൻ പറഞ്ഞത്. ഇവന്മാർ ഇത് 3 ഒഴിവാക്കി. ഇവന്മാർ ഗെയിം എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇൻസ്റ്റാ ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയാസ് എല്ലാം അവർ തൽക്കാലം ഡിലീറ്റ് ചെയ്തു. ഈ പറഞ്ഞ പ്രണയം പോലുള്ള സംഭവങ്ങളൊന്നും അവർക്കില്ല. അവരെല്ലാം ഓരോ ലെവലിലോട്ട് ഉയരുന്നത് കണ്ടു. എന്നിട്ട് ഈ വലിയ ലെവലിൽ ഉയർന്നവർ പിന്നെ വീണ്ടും ഇതിലെല്ലാം വീണ്ടും ആക്റ്റീവായി. അതാണ് നമ്മൾ വേണ്ടത്. നമ്മളൊരു പൊസിഷനിൽ എത്തിയാൽ, നമ്മളൊരു ഗൾഫിൽ ഒരു ഉയർന്ന ജോലി നേടി, അല്ലെങ്കിൽ ബിസിനസ്സിൽ സക്സസ് ആയി, അല്ലെങ്കിൽ പിന്നെ സർക്കാർ സർവീസിൽ ഉയർന്നു, നമ്മൾ ഏതെങ്കിലും ലെവലിൽ നല്ല സാമ്പത്തികമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സാമ്പത്തിക ലെവലിൽ ഉയർന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ ഇത് ആദ്യമേ ഈ ഒരു സംഭവം ഇതിലൊക്കെയാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ടോപ്പിലോട്ട് എത്തില്ല. ഇതാണ് യൂത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു മോട്ടിവേഷൻ.